ശിരോമണി അകാലിദൾ നേതാവും പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രിയുമായ സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വധശ്രമം. സുവർണക്ഷേത്രത്തിനുള്ളിൽ വെച്ച് ഇന്ന് രാവിലെയായിരുന്നു സംഭവം. വെടിയുതിർത്ത ആളെ സുഖ്ബീർ സിംഗ് ബാദലിൻ്റെ ഒപ്പമുണ്ടായിരുന്നവർ അപ്പോൾ തന്നെ കീഴ്പ്പെടുത്തി. ഇയാൾക്ക് ഖാലിസ്ഥാൻ ബന്ധമുണ്ട് എന്നാണ് സൂചന. ਇਨਵੈਸਟੀਗੇਸ਼ਨ ਦਾ ਪਾਰਟ ਹੈ, ਉਹ ਆ ਜਾਏਗਾ ਸਾਹਮਣੇ। ਕੋਈ ਵੀ ਜਿਹੜਾ ਐਂਗਲ ਹੈ, ਜਦੋਂ ਮੁਲਜ਼ਮ ਹੀ ਫੜਿਆ ਗਿਆ ਉਹਦੀ ਇਨਵੈਸਟੀਗੇਸ਼ਨ ਸਾਰੀ ਗੱਲ ਰਿਵੀਲ ਕਰੇਗੀ। ਦੇਖੋ ਬੜੀ ਸਿੰਪਲ ਗੱਲ ਹੈ, ਆਪਾਂ ਨੂੰ ਸਾਰਿਆਂ ਨੂੰ ਪਤਾ ਹੈ ਕਿ ਜਿਹੜਾ ਕ੍ਰਿਮੀਨਲ ਬੈਕਗ੍ਰਾਉਂਡ ਦਾ ਬੰਦਾ ਉਹਦਾ ਸਾਰਾ ਬੈਕਗ੍ਰਾਉਂਡ ਸਭ ਨੂੰ ਪਤਾ ਹੈ। ਉਹਦੀ ਜਿਹੜੀ ਇਨਵੈਸਟੀਗੇਸ਼ਨ ਹੈ ਉਹੀ ਸਾਰੀ ਗੱਲ ਅੱਗੇ ਰਿਵੀਲ ਕਰੇਗੀ ਕਿ ਡੀਪਰ ਕਨਸਪੀਰੇਸੀ ਕੀ ਹੈ ਜਾਂ ਨਹੀਂ ਹੈ। ਦੇਖੋ ਤਾਂ ਤੁਹਾਨੂੰ ਮੈਂ ਦੱਸਿਆ ਕਿ ਉਹਨੇ ਅਸੈਸੀਨੇਸ਼ਨ ਦੀ ਕੋਸ਼ਿਸ਼ ਤਾਂ ਕੀ ਮਤਲਬ ਅਟੈਂਪਟ ਕੀਤਾ ਅਟੈਕ ਦਾ, पर साड़ी जी पुलिस की अलर्टनेस करके बचिया। अपने जो मुलाजम मैं तुहानू तिन्हां दा नाम दसिया, उन्होंने ही उन्हां दी बांह फड़ ली उदों मौके ते बड़ा अच्छा इनू एक बार जो बचाव हो गया। संगत नू मैं यही अपील करना चाहुंदा जी, आपां गुरु साहब की धरती ते सारे इत्थे सेवा कर रहे हैं। आपां जिहड़े महाराज दा दसे हुए मार्ग है उस ते चलीए और शांति बरकरार रखिए। दूजी गल है कि साडी पुलिस की जरूर सहायता करो, जिथे साडी लोड़ है साडे सानू सपोर्ट करो और साडे जिहड़े उहदे च मदद करो, ताकि असी क्योंकि औखी डिप्लॉयमेंट हुंदी है बिकॉज ऑफ धार्मिक भावनावां। अजे कोई गल नहीं हुई जी, वो सारा आपां देख के तुहानू दसांगे जी। अजे मैं प्रिलिमिनरी ब्रीफिंग कर रहा। ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, നമുക്കറിയാം സുവർണക്ഷേത്രം അത് സിഖ് സമൂഹത്തിൻ്റെ, സിഖ് മതവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയമാണ്. സുവർണക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം നമ്മൾക്കറിയാം. ഇന്ദിരാഗാന്ധിയുടെ വധത്തിലേക്കൊക്കെ നയിച്ച സംഭവങ്ങൾ, സുവർണക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിരവധി ചരിത്രങ്ങളുണ്ട്. അവിടെയാണ് ഇപ്പോൾ ശിരോമണി അകാലിദൾ നേതാവും പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രിയുമായ സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വധശ്രമം നടക്കുന്നത്. ഇയാളെ ഈ തോക്കുധാരിയായി എത്തി വെടി ഉതിർത്ത അയാളെ കയ്യോട് തന്നെ പിടികൂടുകയും ചെയ്തു. ഇപ്പോൾ പോലീസ് വെളിപ്പെടുത്തുന്നത്, പോലീസിൻ്റെ സൂചനകൾ ഇദ്ദേഹത്തിന് ഖാലിസ്ഥാൻ ബന്ധമുണ്ട് എന്നുള്ള സൂചനകളാണ്. അങ്ങനെ തന്നെയല്ലേ കൂടുതൽ വാർത്തകൾ പുറത്തു വരുന്നത് ഐസൺ ജോസ്? തീർച്ചയായും വിനോദ്, ഖാലിസ്ഥാൻ ബന്ധമുണ്ട് എന്ന് അനൗദ്യോഗികമായ ചില സൂചനകളാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ സൂചനകൾ ഉണ്ടാകുന്നതിന് ഉപോത്പലകമായ പല വിഷയങ്ങളും നിലനിൽക്കുന്നു എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. 2004-ലും 2013-ലും വിവിധ സംഭവങ്ങളിൽ അറസ്റ്റിലായപ്പെട്ട നരേൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. 2004-ൽ അത് ബുറൈൽ ജയിൽ തകർത്ത് ഒരു ബബർഗൽസായുടെ ഒരു ഭീകരനെ രക്ഷപ്പെടാൻ സഹായിച്ചതാണെങ്കിൽ മറ്റു ചില ഭീകരപ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമായതിനെ തുടർന്ന് ജലാലിബാല എന്ന് പറയുന്ന ഒരു വില്ലേജിൽ നിന്നും, ഒരു ഗ്രാമത്തിൽ നിന്നും ഇയാളെ പിടികൂടുകയായിരുന്നു നേരത്തെ. അത്തരത്തിൽ രണ്ട് വിഷയങ്ങൾ, 2013-ലും ഇയാൾക്കെതിരെ കേസുണ്ടായിരിക്കുന്നു, 2004-ൽ ഈ ജയിൽ തകർത്ത്, അതായത് ജയിൽ ബ്രേക്കേജുമായി ബന്ധപ്പെട്ട കേസുകളും ഉണ്ടായിരിക്കുന്നു. ഇത്തരം രണ്ട് കേസുകളിലും ഇയാൾ പ്രൈം സസ്പെക്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ആയുധം കൈവശം വെച്ച കേസിലും ഇയാൾക്കെതിരെ നടപടി ഉണ്ടായിരുന്നു. ഈ ആയുധം കൈവശം വെച്ച കേസിൽ ഇയാൾക്കെതിരെ നടപടി ഉണ്ടായി എന്ന് പറയുന്നതിൽ കോടതി നടപടിയുടെ ഭാഗമായി കോടതിയിൽ നിന്നും ഇയാൾ കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്ന വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇയാൾക്ക് നേരിട്ട് ബബർഗൽസയുമായി ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന വിവിധങ്ങളായ തെളിവുകളാണ് പുറത്തു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭീകരാക്രമണത്തിൽ ബബർഗൽസയുടെ നേരിട്ടുള്ള ബന്ധം സംശയിക്കപ്പെടുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ തോക്കുമായി അമൃത്സറിലെ സുവർണക്ഷേത്രം പോലെ വളരെ പരമപ്രധാനമായ സിഖ് പുണ്യ കേന്ദ്രത്തിലേക്ക് കടന്നു കയറാൻ ഇയാൾക്ക് എങ്ങനെ സാധിച്ചു എന്നതാണ് ആദ്യത്തെ ചോദ്യമായി ഉയരുന്നത്. മാത്രമല്ല, നേരെ 40 വർഷം പുറകോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ, 40 വർഷം പുറകോട്ട് ഉള്ള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ, ഈ 1984-ൽ ബബർഗൽസയുടെ നേതാവായ ഭിന്ദ്രൻവാല സുവർണക്ഷേത്രത്തിൽ അതിക്രമിച്ച് കയറിയ ഒരു സംഭവവും, അത് തുടർന്ന് സുവർണക്ഷേത്രത്തിൽ നിന്ന് അയാളെ ബലം പ്രയോഗിച്ച് പുറത്താക്കുകയും സ്വാഭാവികമായ സൈനിക നടപടി ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ദിരാഗാന്ധിയുടെ വധത്തിലേക്ക് വരെ നയിക്കുകയും ചെയ്ത അതേ സംഭവ വികാസങ്ങൾക്ക് സമാനമായ ഈ ഭീകര സ്വഭാവമുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് അത്രയും വലിയ തോതിലുണ്ടായിട്ടില്ല എന്നത് മാത്രമാണ് ഇപ്പോൾ ഒരു സാഹചര്യമായി മാത്രം കണക്കാക്കാനാകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആയുധവുമായി ഇതുപോലുള്ളൊരു പുണ്യസ്ഥലത്തേക്ക് കടന്നു കയറാതെ അത് തന്നെ ഒരു തെറ്റാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു സിഖ് അനുഷ്ഠാന പ്രകാരം. അത്തരത്തിൽ കടന്നു കയറിയിരിക്കുന്നു. രണ്ടാമത്തെ വിഷയം, ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിരിക്കുന്നത് സിഖ് മതവിശ്വാസങ്ങളുടെ ഭാഗമായി ചില സേവാ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്ന ശിക്ഷ, അതായത് മതപരമായ ചില ശിക്ഷകൾ വിധിക്കപ്പെട്ട സുഖ്ബീർ സിംഗ് ബാദൽ ആ ശിക്ഷ അനുഭവിക്കുന്നതിനിടെയാണ് എന്നത് മറ്റൊരു ഗുരുതരമായ വിശ്വാസ പ്രശ്നമായി ഉയർന്നു വരുന്നുണ്ട്.
മറ്റൊരു പ്രധാന വിഷയമായി ഉയർന്നു വരുന്ന സാഹചര്യം ഈ ബബർ ഗൽസയുടെ അടുപ്പമുള്ള ഒരു നേതാവ്, ബബർ ഗൽസയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി ഇത്തരത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇയാൾക്ക് പാകിസ്ഥാൻ ബന്ധമുണ്ടെന്ന ചില സൂചനകളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് ഒരു ഔദ്യോഗികമായ വിശദീകരണം ഒന്നും തന്നെ പഞ്ചാബ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, പാകിസ്ഥാനിൻ്റെ നേതൃത്വത്തിലാണ് അന്ന് 1984 അല്ലെങ്കിൽ ആ കാലഘട്ടം 80കളുടെ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തി സ്വതന്ത്ര ഖാലിസ്ഥാൻ എന്ന ഒരു ഭീകര സ്വഭാവമുള്ള ഒരു സ്റ്റേറ്റിനെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തെ രൂപീകരിക്കാനുള്ള നീക്കം നടന്നത്. അത്തരത്തിലുള്ള നീക്കം ഇപ്പോഴും നടക്കുന്നു. പാകിസ്ഥാനിൽ നിന്നും അതുപോലെ തന്നെ കാനഡയിൽ നിന്നും ഖാലിസ്ഥാൻ വിഘടനവാദികൾ കാര്യമായ പിന്തുണ നൽകുന്നു എന്ന വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. മറ്റൊരു പ്രധാന വിഷയം ഈ ഖാലിസ്ഥാൻവാദികളുമായി ബന്ധമുള്ള ഒരു സർക്കാരാണ് അവിടെ ഭരിക്കുന്നത് എന്നതുമാണ്. ഇത്തരത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ ചോദ്യചിഹ്നങ്ങളായി ഉയരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു അതിക്രമത്തിനുള്ളൊരു നീക്കം, അതായത് ഈ സിഖ് ഗുരുദ്വാരയിലൊക്കെ ഇത്തരത്തിൽ എത്തിപ്പെടുന്നവരെ, സിഖ് ഗുരുദ്വാരയിൽ എത്തിപ്പെടുന്ന അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കുന്നതിൻ്റെ ഭാഗമായി എത്തിയിരിക്കുന്ന ബാദലിനെ ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള ആളുകളുടെ ഒരു വൈകാരിക വിഷയമായി അത്തരത്തിലുള്ള വിഷയത്തെ എടുപ്പിച്ച് അത് ഒരു വലിയ വിഷയമായി ആളിക്കത്തിക്കാനുള്ളൊരു നീക്കം ആരുടെയൊക്കെയോ സൂക്ഷ്മ ബുദ്ധിയിൽ തെളിഞ്ഞിരുന്നു എന്ന അനുമാനിക്കാവുന്ന ഒരു രീതിയാണ് ഈ ആക്രമണത്തിൻ്റെയും ഈ പശ്ചാത്തലങ്ങളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതീവ ഗൗരവമുള്ളൊരു വിഷയമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളെല്ലാം തന്നെ വിഷയത്തിൽ കാര്യക്ഷമമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഔദ്യോഗികമായി കേന്ദ്ര ഏജൻസികളുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടി അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലെ സൂചനകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏറെ പ്രാധാന്യമർഹിക്കുന്നത് സുവർണ്ണക്ഷേത്രം പോലെ അതീവ സുരക്ഷയുള്ള ഒരു മേഖലയിൽ വൈകാരികമായും അത്തരത്തിലുള്ള ആയുധങ്ങളുമായി കടന്നു കയറരുത് എന്ന് വിശ്വാസ പ്രമാണം നിലനിൽക്കുന്നൊരു ഇടത്ത് തോക്കുമായി ഒരാൾ കടന്നു കയറിയിരിക്കുന്നു എന്നത് വലിയ സംശയങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ്. സുവർണ്ണക്ഷേത്രത്തിൽ ഇതേപോലെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണല്ലോ അകാലിദളിൻ്റെയും ആക്ഷേപം. നമുക്കറിയാം, ആം ആദ്മി പാർട്ടിയാണ് പഞ്ചാബ് ഭരിക്കുന്നത്. ഈ സുവർണ്ണക്ഷേത്രം പോലെ നേരത്തെ ഐസൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സിഖ് സമൂഹത്തിൻ്റെ ഒരു പുണ്യക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമല്ലേ ഐസൻ ജോസ്? തീർച്ചയായും വിനോദ്, അത് വലിയൊരു തെറ്റ് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് സുരക്ഷയുടെ കാര്യത്തിൽ. കാരണം ഒരു തോക്കുമായി ഒരാൾക്ക് അതിക്രമിച്ച് കയറാൻ സാധിക്കുന്നു. അസോൾട്ട് റൈഫിളുമായി അതിക്രമിച്ച് പിസ്റ്റളാണെങ്കിലും ഒരു മനുഷ്യനെ കൊല്ലാൻ ശേഷിയുള്ള ഒരു ആയുധവുമായി വെടിയുതിർക്കാവുന്ന ഒരു ആയുധവുമായി ഒരാൾ കടന്നു കയറുക എന്നത് അതിൻ്റെ പരിശോധനാ ഘട്ടങ്ങളിൽ എങ്ങനെയൊക്കെയോ ഈ കാര്യങ്ങൾ നടപ്പാക്കാൻ ആരൊക്കെയോ സഹായിച്ചിട്ടുണ്ട് എന്നതിന് തെളിവ് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ക്ഷേത്രത്തിനകത്ത് വെച്ച് ഒരാളെ ആക്രമിക്കുകയും ആ ആക്രമിക്കപ്പെടുന്ന ആൾ, പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് സുഖ്ബീർ സിംഗ് ബാദൽ, അവിടെ എത്തിയത് ഒരു സേവയുടെ ഭാഗമായാണ്. അതായത് സിഖ് മതാചാരപ്രകാരമുള്ള അവരുടെ മതപരമായ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കുന്നതിനുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം അവിടെ എത്തിയതാണ്. നമുക്കറിയാവുന്നതാണ്, സിഖ് ഗുരുദ്വാരകളിലൊക്കെ ചെന്നാൽ അവിടെ ചെരുപ്പ് വാങ്ങി വയ്ക്കുന്നതിനും അതുപോലെ തന്നെ പാത്രങ്ങൾ കഴുകുന്നതിനും മറ്റ് സൗകര്യങ്ങൾ ചെയ്യുന്നതിനും എല്ലാം തന്നെ വളണ്ടറി സർവീസ് നടത്തുന്നവരെ കാണാൻ സാധിക്കും. അത്തരത്തിൽ വളണ്ടറി സേവനം ചെയ്യാനുള്ളൊരു നിർദ്ദേശമാണ് ശിക്ഷയുടെ ഭാഗമായി നടപ്പാക്കിയത്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം പരമ്പരാഗതമായ സിഖ് വസ്ത്രമെല്ലാം ധരിച്ച് അദ്ദേഹം അവിടെ എത്തുകയായിരുന്നു. അദ്ദേഹത്തെയാണ് ആക്രമിച്ചിരിക്കുന്നത് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. എന്തിന് അദ്ദേഹത്തെ കൃത്യമായി ആക്രമിച്ചു? അത് പല കാരണങ്ങൾ പറയുന്നുണ്ട്. അതായത് നിരവധി സിഖുകാരെ കൂട്ടക്കൊല നടത്തിയ പല പോലീസ് ഉദ്യോഗസ്ഥർക്കും പ്രൊമോഷൻ നൽകിയ എന്നൊരു വൈകാരിക വശം, സിഖ് കൂട്ടക്കൊലയെല്ലാം തന്നെ വലിയ വൈകാരിക ആഘാതങ്ങൾ ഉണ്ടാക്കിയ വിഷയമാണ് സിഖ് സമൂഹത്തിനിടയിൽ. അത്തരത്തിലുള്ളൊരു വിഷയം വീണ്ടും ജനശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമാണോ, അതോ നേരത്തെ റാം റഹീം, അതായത് ദേര സച്ച സൗദയുടെ വിവാദ സന്യാസിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണോ എന്നെല്ലാം തന്നെ ഇത്തരം വിഷയങ്ങളെല്ലാമാണ് ഖലിസ്ഥാനും ഈ ബാദലുമായി നിലനിൽക്കുന്ന സംഘർഷങ്ങളുടെ അടിസ്ഥാന ഘടകങ്ങൾ. ഇവയെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതീവ ഗൗരവമുള്ളൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ അതിക്രമം നടന്ന സാഹചര്യത്തിൽ ശക്തമായ സുരക്ഷാ സന്നാഹം അമൃത്സറിലെ സുവർണ്ണക്ഷേത്രത്തിന് ചുറ്റും നടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ അദ്ദേഹത്തെ ഈ രക്ഷിക്കാനുള്ള, സുഖ്ബീർ സിംഗ് ബാദലിനെ രക്ഷിക്കാനുള്ള ആ ഒരു നീക്കം നടത്തിയത് വിശ്വാസികൾ തന്നെയാണ്, അവിടെ ഉണ്ടായിരുന്നവർ തന്നെയാണ്. അവർ അദ്ദേഹത്തെ ഈ ആക്രമിയെ പിടിച്ചു മാറ്റുന്ന ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അത്തരത്തിലുള്ള ആക്രമണങ്ങളെല്ലാം തന്നെ പ്രതിരോധിച്ചതും അവർ തന്നെയാണ്. അത്തരത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പഞ്ചാബിലാണ് ഇത്തരത്തിലുള്ള വെടിവെപ്പ് നടന്നത്. ആ അക്രമിയെ പിടികൂടുകയും ചെയ്തു.